ഇപ്പോൾ ND അപ്പച്ചൻ തത്സമയ മാധ്യമങ്ങളെ കാണുകയാണ്. അല്ല, എന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊന്നുമല്ല. ഒന്നും അപ്പച്ചൻ ചേട്ടന്റെ തീരുമാനമാണോ അതോ ആരെങ്കിലും നിർദ്ദേശിച്ച പ്രകാരം? ഞാൻ പറഞ്ഞില്ലേ, അവർ KPCC നേതൃത്വം വ്യക്തമാക്കട്ടെ എന്താന്നുള്ള കാര്യം. അവർ പറയട്ടെ, അവർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പം നേരത്തെ തന്നെ ഈ കാര്യത്തിൽ ഞാൻ സന്നദ്ധ പ്രകടിപ്പിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അതന്നെ, വേറൊന്നുമല്ല. ഇവിടുന്നൊന്നും പറഞ്ഞില്ലല്ലോ, ഒന്നും പറഞ്ഞില്ല. ഇന്നലെ നടന്ന ചർച്ചയിൽ ഇത് വിഷയമായിരുന്നോ? ഇന്നലെ മുള്ളക്കൊല്ലി വിഷയം മാത്രമല്ലേ ചർച്ച ചെയ്തിട്ടുള്ളൂ. പരിഹരിച്ച എല്ലാ പ്രശ്നങ്ങളും. അപ്പച്ചേട്ടാ, അങ്ങനെ രാജി എന്നുള്ള തരത്തിലേക്ക് പോകാനുള്ള ഒരു കാരണം എന്താ? അതിനൊരു കാരണം ഉണ്ടാവും അപ്പച്ചേട്ടാ? എന്താണ് കാരണം? രാജി എന്നുള്ള തരത്തിലേക്ക് പോകാൻ ഞാൻ രാജി സന്നദ്ധ പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ള കാര്യം ശരിയാണ്. എന്നല്ലാതെ കണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ KPCC നേതൃത്വം തീരുമാനിക്കട്ടെ, ഞാൻ തുടരണേ വേണ്ടയോ എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട്. നാളെ KPCC പറയാണ് അയാൾ പൊക്കോ, നിങ്ങൾ ഒഴിവായിക്കോളാം പറഞ്ഞ ഞാൻ ഒഴിവാകും, അത്രേ ഉള്ളൂ. രാജ്യസന്നദ്ധത അറിയിക്കാനുള്ള കാരണം എന്തായിരുന്നു? അതൊരു രാഷ്ട്രീയമല്ല, അത് പുറത്ത് പറയാൻ പറ്റില്ല. നേരത്തെ അപ്പച്ചേട്ടൻ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ അപ്പച്ചേട്ടൻ പറഞ്ഞത് നേരത്തെ KPCCക്ക് മുമ്പാകെ രാജ്യസന്നദ്ധത അറിയിച്ചു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് യോഗത്തിലൊക്കെ. അതെ, അത് അതിന്റെ തുടർച്ചയായിട്ടാണോ അതിന്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ അവസാന എടുക്കുന്നത് അതിപ്പോ അങ്ങനെ ഒരു വാർത്ത വന്നല്ലേ. ഞാനിപ്പോ ചാനലിൽ വന്ന വാർത്തയെ കണ്ടിട്ടുള്ളൂ. വേറെ രാജി അംഗീകരിച്ചിരിക്കുന്നു എന്നോട് നേതാക്കന്മാരായിരുന്നു പറഞ്ഞില്ല രാജി അംഗീകരിച്ചെന്നോ അല്ലെ രാജി വെക്കാൻ വേണ്ടി തീരുമാനിച്ചെന്നോ ഒന്നും ഒരു കാര്യം നേതാക്കന്മാരെന്നോട് പറഞ്ഞിട്ടില്ല. ഇപ്പൊ KPCC പ്രസിഡന്റ് പറഞ്ഞത് താങ്കൾ ഇന്നലെ കത്ത് തന്നിരുന്നു, അത് അംഗീകരിച്ചു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ആയിക്കോട്ടെ, കത്ത് തന്ന പ്രകാരം അങ്ങനെ ഒഴിവാകാൻ പറഞ്ഞാൽ നാളെ ഒഴിവാകില്ല. എന്താ പ്രശ്നം? ഒരു കുഴപ്പമില്ല. അങ്ങ് സംതൃപ്തരാണോ ഈ വിഷയത്തിൽ? ഈ രാജി ഇപ്പോൾ വെക്കേണ്ടി വന്നല്ലേ? ഈ രാജിവെക്കുന്ന സ്വന്തം മനസ്സോടെ അതൊക്കെ രാഷ്ട്രീയത്തിൽ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അത് നമ്മൾ പുറത്ത് പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളുണ്ട്. നേതൃത്വമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയേണ്ടതല്ലേ. നേതൃത്വത്തോടെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. നേതൃത്വം തീരുമാനിക്കട്ടെ, നാളെ ഞാൻ ഒഴിവാണെന്ന് പറഞ്ഞാൽ ഒഴിവാകും. ഇത്രയും ദീർഘകാലം ഒരു പ്രവർത്തന പരിചയമുള്ള ആളാണ്. 10 വർഷം തുടർച്ചയായിട്ട്, അതിനുശേഷം 4 വർഷം തുടർച്ചയായിട്ട്. 10 വർഷമല്ല, 12 വർഷം ഇലക്ടഡ് DC പ്രസിഡന്റ് ആയിരുന്നു ഇവിടെ. ഇപ്പൊ 4 വർഷം 1 മാസം 2 മാസമായിപ്പോ രണ്ടാമത് വന്നിട്ട്. പക്ഷെ ഇങ്ങനൊരു ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനൊരു രാജി എന്നുള്ള തരത്തിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടല്ലോ, അതെന്താണ് അപ്പച്ചേട്ടാ? അതെനിക്കറിയില്ല. KPCC ചോദിക്കുന്ന കാര്യം. പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് അങ്ങ് നൽകിയ ഒരു പരാമർശം ഒരു പ്രശ്നത്തിലേക്ക് വന്നിരുന്നു. അതിന് ഹൈക്കമാൻഡിന് അതൃപ്തി ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അങ്ങനെ എന്തൊരു സാഹചര്യം ഉണ്ടായോ? എന്റെ ശ്രദ്ധപ്പെട്ടില്ല അങ്ങനത്തെ ഒരു കാര്യം. ഞാൻ അതിനുശേഷം ഹിന്ദു പത്രത്തിന്റെ ആളുകൾ എന്നെ വിളിച്ചിരുന്നു. അവരെവിടെ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നതെന്നും അവരുടെ വികസന ആവശ്യങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളുമായി ചർച്ച ചെയ്യുകയും ഓരോ വിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാരെയും ബന്ധപ്പെട്ട കാർഷിക മേഖലയിൽപ്പെട്ട ആളുകളൊക്കെ കണ്ടവർ സംസാരിച്ചു. അവർക്ക് വളരെ കാര്യങ്ങളിലൊക്കെ വളരെ നല്ല ഒരു തീരുമാനം എടുത്ത് അവർ പോയി. അതിൽ ഏറ്റവും നന്നായി അവർ പെർഫോം ചെയ്തു എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. ഈ പ്രിയങ്ക ഗാന്ധി അങ്ങേ കാണാൻ സംബന്ധിച്ച് വാർത്തകൾ വന്നിരുന്നല്ലോ, അത് അങ്ങ് നിഷേധിക്കുകയും ചെയ്തതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അസ്വാരസ്യങ്ങളുണ്ടോ? ഇപ്പൊ കാണുന്ന വാർത്ത പോലെ ഞാൻ പ്രിയങ്ക ഗാന്ധിനെ ഞാൻ കാണുന്നതിന് എനിക്ക് നിരോധനം ഉണ്ടായിട്ടില്ല. ആരും എന്നെ നിഷേധിച്ചിട്ടുമില്ല. ഞാൻ അങ്ങേര് 12-ാം തീയതി രാത്രിയാണ് വരുന്നത്. 12-ാം തീയതി രാവിലെ അവരെ പോയി റിസീവ് ചെയ്യാൻ വേണ്ടി ഞാൻ പോയി. എന്നെ DC പ്രസിഡന്റ് നൽകിയാൽ ചെയ്യേണ്ട ചുമതലയാണ്. റിസീവ് ചെയ്ത് ഞങ്ങൾ സംസാരിച്ച് പോന്നു. അതിനുശേഷം KPCC മീറ്റിങ്ങിന് പോയി തിരിച്ചു വന്ന് 17-ാം തീയതി ഇവിടെ എത്തി. രാവിലെ വരെ പിന്നെയും ഞാൻ പോയി കണ്ടു. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് എന്നോട് അവർ പറഞ്ഞിട്ടില്ല. ഞാനും ഒരായിട്ട് അഭിപ്രായ ഒരു കാര്യത്തിലോട്ടില്ല. ആരും തുടരാൻ അങ്ങ് ആഗ്രഹിച്ചിരുന്നോ DCC പദവി? ഇല്ല, എനിക്ക് അങ്ങനത്തെ. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട് ഇനി താൻ തീരുമാനിക്കുന്നിടം വരെ DCC പ്രസിഡന്റായി തുടരുമെന്നായിരുന്നു പറഞ്ഞത്. എന്നിപ്പോ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു ഈ രാജി. നേരത്തെ സന്നദ്ധയെ അറിയിച്ചു ഞാൻ പറഞ്ഞല്ലോ. KPCC മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നായിരുന്നു പറഞ്ഞത്? അതൊക്കെ കുറച്ച് മുമ്പാ പറഞ്ഞത്, മാസങ്ങൾക്ക് മുമ്പാ പറഞ്ഞത്. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പാണ്. അതെ അതെ. അപ്പൊ ചേട്ടാ, അന്ന് കഴിഞ്ഞ ദിവസം അപ്പച്ചേട്ടൻ നേരിൽ കണ്ടപ്പോ പറഞ്ഞ കാര്യം, താൻ ആഗ്രഹിക്കുന്ന കാലത്തോളം താൻ DCC പ്രസിഡന്റായി തുടരും. അപ്പൊ ഇപ്പൊ ആഗ്രഹമില്ല എന്നുള്ള എനിക്ക് അങ്ങനെ നിർബന്ധമായിട്ട് ഇവിടെ ഇരിക്കണം എന്ന് ആഗ്രഹമില്ല. DCC പ്രസിഡന്റായി ഇരിക്കണം നിർബന്ധമായിട്ട് എനിക്ക് ആഗ്രഹമൊന്നുമില്ല. KPCC പറയാണ് ഇവിടെ തുടരണമെന്ന് പറഞ്ഞാൽ KPCC പറഞ്ഞാൽ തുടരും, ഇല്ലെങ്കിൽ വേണ്ട. KPCC നേതൃത്വം പറയട്ടെ. ഇനിയിപ്പോ എന്താണ് അങ്ങയുടെ ഒരു അടുത്ത ആലോചന എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഒരു തീരുമാനമില്ല എനിക്ക്. ഞാനിതൊന്നുമല്ല. ഞാനിപ്പോ ഒരു 5 മെമ്പർഷിപ്പ് ഉണ്ട്. എനിക്ക് പ്രൈമറി മെമ്പർഷിപ്പ് ഉണ്ട്. നാളെ പാർട്ടി പറയാൻ ആ പണി എടുക്കാൻ പറഞ്ഞ ആ പണി ഞാൻ അങ്ങ് എടുത്തോളൂ, വേറൊന്നുമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണല്ലോ, അതിന് മുന്നൊരുക്കങ്ങളൊക്കെ അങ്ങ് നടത്തിയെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. എല്ലാം നടത്തി, എല്ലാം പൂർണ്ണമായിട്ടുണ്ട്. നാളെ DCC ജനറൽ ബോഡി യോഗം വിളിച്ചിട്ടുണ്ട്.
DCC പ്രസിഡന്റ് ആയിരുന്നതിൽ സംതൃപ്തനാണോ? എനിക്കറിയില്ല. അല്ല, എന്റെ രാജിയെ പറ്റി എനിക്കറിയില്ല. പകരം ചുമതല കൊടുത്തതിനെ പറ്റി ഒന്നും ഞാൻ അറിയില്ല. രാജി കത്തങ്ങ് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ സംസാരിച്ചവർക്ക് അതിന് വേണ്ട ലെറ്റർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് മാസങ്ങൾക്ക് മുമ്പാണ് നൽകിയിരുന്നത്. അതെ അതെ, അതിപ്പോ അംഗീകരിക്കുകയാണ് ചെയ്തത്. അതെനിക്കറിയില്ല. അറിയത്തില്ല, അതിനെക്കുറിച്ച് അറിയത്തില്ല. ഇപ്പൊ വളരെ കാലം DCC പ്രസിഡന്റായിട്ട് തുടർന്ന ഒരാളാണ്. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെയും വലിയ നല്ല തെരഞ്ഞെടുപ്പുകളിലൂടെയൊക്കെയാണ് കടന്നുപോയത് വയനാട്. എന്നപ്പോ ഇതിൽ സംതൃപ്തനാണോ അദ്ദേഹം? ആര്? അപ്പച്ചൻ സന്തോഷം. അല്ല, ഞാൻ സംഘടനാ പ്രവർത്തന രംഗത്ത് 55 കൊല്ലമായി ഞാൻ പ്രവർത്തിക്കുന്നു. ഞാൻ സംതൃപ്തനാണ് 100%. എല്ലാ തലത്തിലും പാർട്ടി എന്നെ പരിഗണിച്ചിട്ടുണ്ട്. അത് പരിഗണന ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനം എന്ന നിലയ്ക്ക് മറ്റാരേക്കാൾ കൂടുതൽ പരിഗണന എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഈ പാർട്ടിയിൽ. ഞാൻ സന്തുഷ്ടനാണ്. എനിക്കിത് പാർട്ടി നേതൃത്വത്തോട് നന്ദി ഞാൻ രേഖപ്പെടുത്താം. ഒരു ഗ്രൂപ്പ് പ്രശ്നങ്ങളൊക്കെ വലിയ രീതിയിൽ വന്നിരുന്നല്ലോ. പ്രത്യേകിച്ച് ഒരു വിഭാഗം ആളുകൾ താങ്കൾക്കെതിരെ താങ്കളെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി, അല്ലെങ്കിൽ അങ്ങനെ കയ്യങ്ങളിലേക്കൊക്കെ മോശം സാഹചര്യത്തിലേക്കൊക്കെ പോയി, അനാവശ്യമായ പ്രശ്നം, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അല്ല, അതിനു മുമ്പ് തന്നെ എന്നെ എന്റെ ഗ്രൂപ്പിന്റെ പേരിൽ എന്നെ പ്രതികൂട്ടാക്കാൻ വേണ്ടി പല പ്രവർത്തനങ്ങളും നടന്നിട്ടുണ്ട് ജില്ലയിൽ. ഞാനൊന്നും മിണ്ടിയിട്ടില്ല, ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ലല്ലോ. ഇത്തരം പ്രശ്നങ്ങളൊക്കെ സജീവമാകുന്ന സാഹചര്യത്തിൽ ഈ ഗ്രൂപ്പ് പ്രശ്നങ്ങളും ഇത്തരം രാജിയിലേക്ക് നയിച്ചിട്ടുണ്ടോ? ഈ ഗ്രൂപ്പ് പ്രശ്നങ്ങൾ ഈ രാജിയിലേക്ക് നയിച്ചിട്ടുണ്ടോ, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്? അല്ല, അത് KPCC പറയട്ടെ. എന്റെ രാജിയെ സംബന്ധിച്ച് അവരാ പറയേണ്ടത്. അവര് ഒഫീഷ്യലി ഒന്നും അറിയിച്ചിട്ടില്ല, രാജി സ്വീകരിച്ചതായിട്ട് അറിയിച്ചിട്ടില്ല. ഒന്നും അറിയിച്ചിട്ടില്ല, എന്നെ ഇതുവരെ ഈ മിനിറ്റ് വരെ അറിയിച്ചിട്ടില്ല. അപ്പൊ ചേട്ടാ, ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വിടവാങ്ങലായിരുന്നു താങ്കൾക്ക് വേണ്ടിയിരുന്നത്? അതിനകത്ത് സംഘടനാപരമായിട്ടുള്ള തീരുമാനം എടുത്ത് പോകല്ലേ വേണ്ടിയിരുന്നത് ആ തരത്തില്? പക്ഷെ ഇങ്ങനെ ഒരു വിടവാങ്ങലാണ് വേണ്ടത്. പൊതുസംഘടനാ ഘട്ടത്തിൽ പരിഗണിക്കുന്നതാണല്ലോ പറഞ്ഞിരുന്നത്. ഇങ്ങനെ ഒരു വിടവാങ്ങൽ താങ്കൾ ആഗ്രഹിച്ചിരുന്നു? അതിപ്പോ എനിക്കറിയാൻ വയ്യ. അവർ തീരുമാനിക്കട്ടെ. ഞാൻ നാളെ മാറണം എന്ന് പറഞ്ഞാൽ നാളെ മാറും, ഞാൻ മാറും. എന്നോട് KPCC ഇപ്പൊ ഒന്നും പറഞ്ഞവരെ ഒന്നും പറഞ്ഞില്ല. ഈ മിനിറ്റ് വരെ എന്നോടൊന്ന് താങ്കൾ മാറണം എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ അന്ന് പറ്റിയ ആ സമയം മിനിറ്റിൽ തന്നെ ഞാൻ മാറും. പക്ഷെ KPCC പ്രസിഡന്റ് കൺഫേം ചെയ്തു അങ്ങയുടെ രാജി ഇന്നലെയാണ് തന്നത്, ഇന്നലെ കത്തുന്ന പറഞ്ഞത്. അപ്പൊ അതിനെ കുറിച്ച് എന്താ മറുപടി? കൺഫേം ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ബാക്കി കാര്യങ്ങൾ അങ്ങനെ നീക്കിക്കോട്ടെ, പറഞ്ഞോട്ടെ. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞോട്ടെ. ഞാൻ എന്ത് ചെയ്യണമെന്ന് അങ്ങനെ പറഞ്ഞോട്ടെ, ഞാൻ അനുസരിക്കാം. എന്തായാലും ND അപ്പച്ചൻ പറയുന്ന വാദം ഇതാണ്. അദ്ദേഹം ഉന്നയിക്കുന്ന